നിങ്ങളുടെ വീട്ടിലെ ഏറ്റവും നല്ല പുസ്തകം ഏതാണ്? നിങ്ങൾ പല ഉത്തരങ്ങൾ നൽകും. പക്ഷേ ഞാൻ പറയട്ടെ, നിങ്ങളുടെ വീട്ടിലൊരു കുഞ്ഞുണ്ടെങ്കിൽ ആ കുഞ്ഞാണ് നിങ്ങളുടെ വീട്ടിലെ ഏറ്റവും നല്ല പുസ്തകം. ദ മോസ്റ്റ് ഇൻസ്പയറിങ് ബുക്ക് എവർ റിട്ടൺ നിങ്ങളുടെ കുഞ്ഞ് തന്നെയാണ്. പക്ഷെ പ്രശ്നം എന്താണ്? നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജീവിത താളുകൾ മറിച്ച് ഓരോരോ പ്രചോദനാത്മക പാഠങ്ങൾ ഉൾക്കൊള്ളുന്നതിന് പകരം ആ പുസ്തകം അടച്ചു വെച്ചിട്ട് നമ്മൾ അവരെ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കുഞ്ഞുങ്ങളിൽ നിന്നും പഠിച്ചെടുക്കേണ്ട പാഠങ്ങൾ പഠിച്ചെടുക്കാതെ കുഞ്ഞുങ്ങളെ പാഠങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തെ, ദൈവം നിങ്ങൾക്ക് ഫ്രീ ആയി തന്ന പാഠ്യപുസ്തകമാണ് നിങ്ങളുടെ കുഞ്ഞ് എന്ന് തിരിച്ചറിയുക. കുഞ്ഞുങ്ങളിൽ നിന്നും നിങ്ങൾ ഓരോ ദിവസവും പാഠം പഠിച്ചാൽ നിങ്ങൾ സ്വർഗത്തോളം എങ്ങനെ ഉയരാമെന്ന് പഠിച്ചെടുക്കും. സ്വർഗമായി മാറുന്ന എങ്ങനെയെന്നും പഠിച്ചെടുക്കും. ആ പാഠം തുടങ്ങേണ്ട സമയമായി. ഏറ്റവും സുന്ദരമായിട്ടുള്ള ഒരു ചെറുകഥ, ദ സെൽഫിഷ് ജയൻറ്റ്. പണ്ട് നിങ്ങൾ കുട്ടിക്കാലത്ത് ഈ ചെറുകഥ വായിച്ചിട്ടുണ്ടാവും. ഓസ്കർ വൈൽഡിൻ്റെതാണ്. ഈ ചെറുകഥ കുഞ്ഞുങ്ങൾക്കുള്ള കഥയാണ്. കുഞ്ഞുങ്ങളാകാൻ കൊതിക്കുന്നവരും ഈ കഥ ഒന്നുകൂടി വായിക്കണം, ധ്യാനിക്കണം. ഇതിലെ പ്രധാന കഥാപാത്രം ഒരു രാക്ഷസനാണ്. ടൈറ്റിൽ സൂചിപ്പിക്കുന്ന പോലെ അങ്ങേറ്റം സ്വാർത്ഥമതിയായിട്ടുള്ള ഒരു രാക്ഷസൻ. അയാൾ വലിയൊരു പൂന്തോട്ടം, വലുതെന്ന് പറയുമ്പോൾ ഒരുപാട് വലിയൊരു പൂന്തോട്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനു ചുറ്റും കന്മതിൽ തീർത്തിട്ടുണ്ട്. ഇയാൾ 7 വർഷക്കാലം തൻ്റെ ചങ്ങാതിയുടെ കൂടെയായിരുന്നു. അതുകൊണ്ട് ഈ കന്മതിലിനുള്ളിലുള്ള പൂന്തോട്ടം കുട്ടികൾക്കുള്ള കളിസ്ഥലമായിട്ട് മാറി. അവിടെ കുഞ്ഞുങ്ങൾ എല്ലാ ദിവസവും വരും. അവർ കളിച്ചിരി തമാശകളിലൊക്കെ ഏർപ്പെടും. അതിനുശേഷം 7 വർഷത്തിന് ശേഷം ഇയാൾ വരുമ്പോൾ അവർക്കിനി പ്രവേശനമില്ലാത്ത അവസ്ഥയാണ്. ഈ കന്മതിലൊക്കെ ഉണ്ടെങ്കിലും അതിനകത്ത് ചെറിയൊരു വിള്ളൽ വരുത്താനും ആ വിള്ളലിലൂടെ അകത്ത് കിടക്കാനും കുഞ്ഞുങ്ങൾക്ക് സാധിക്കും. അങ്ങനെയാണല്ലോ നമ്മൾ മതിലുണ്ടാക്കുമ്പോൾ മതിലിനുള്ളിലെ വിള്ളലുകളാണ് കുഞ്ഞുങ്ങൾ ഉണ്ടാക്കുക. നമ്മൾ മതിലുകൾ നിർമ്മിച്ച് ആളുകൾ അകറ്റുമ്പോൾ മതിൽ പൊളിച്ച് ആളുകൾ അടുപ്പിക്കുന്ന എങ്ങനെയെന്നാണ് കുഞ്ഞുങ്ങൾ പഠിച്ചെടുക്കുക. അപ്പോൾ കുഞ്ഞുങ്ങൾ അവിടെ ഒരു പൂന്തോട്ടം കണ്ടെത്തിയിട്ടുണ്ട്. അവിടെ തമാശകളും ചിരിയും കരുണയും സ്നേഹമൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. ഇപ്പോൾ രാക്ഷസൻ തിരികെയാണ്. രാക്ഷസൻ ആദ്യം പറഞ്ഞ കാര്യം എന്താണ്? മൈ ഓൺ ഗാർഡൻ ഈസ് മൈ ഓൺ ഗാർഡൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ വാചകം തന്നെ ഒന്ന് ധ്യാനിച്ചു നോക്കുക. നമ്മൾ 100 വട്ടം പറയാതെ പറഞ്ഞൊരു കാര്യമാണത്. എൻ്റേത് മാത്രമാണ്. ദൈവത്തിൻ്റെ ആറ്റിറ്റ്യൂഡ് എന്താണ്? എൻ്റേതും നിൻ്റേതും എല്ലാം നിൻ്റേതാണ്. നമ്മുടെ ആറ്റിറ്റ്യൂഡ് എൻ്റേത് നിൻ്റേത്. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ പറയും എൻ്റേതും നിൻ്റേതും എൻ്റേത്. അങ്ങനെയുള്ളൊരു ആറ്റിറ്റ്യൂഡ് നമുക്കൊക്കെ ഉണ്ട്. ഈ ആത്മീയതയുടെ ഏറ്റവും വലിയ പ്രശ്നം അതാണ്. എല്ലാം സ്വന്തമാക്കിക്കൊണ്ടിരിക്കണം, എല്ലാം എൻ്റേതാണ്. ഈ എല്ലാം വെടിയാൻ പറഞ്ഞ ദൈവത്തിൻ്റെ പേരിൽ ഓടി കടന്നുകൊണ്ട് എല്ലാം നേടിയെടുക്കുകയാണ്. അങ്ങനെയുള്ള നേടിയെടുക്കൽ ആത്മീയതയ്ക്ക് എതിരാണെന്നുള്ള ചിന്ത പോലും നമുക്കില്ല. അപ്പോൾ ഇവിടെ രാക്ഷസൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഈ കുഞ്ഞുങ്ങളെല്ലാം പുറത്താക്കി. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാവുന്ന ഏറ്റവും വലിയ ദുരന്തം അതാണ്. നമ്മുടെ ഉള്ളിലെ ശിശുഭാവങ്ങളെ നമ്മൾ പുറത്താക്കും. ഈ ഈഗോയിസം നിറഞ്ഞു കഴിയുമ്പോൾ അകത്തുള്ള കുഞ്ഞിനെ നമ്മൾ പുറത്താക്കും. ശിശുത്വത്തിൻ്റെ വഴികൾ നമ്മൾ മറക്കും. ശിശുത്വത്തിൻ്റെ ആനന്ദം നമ്മൾ വെടിയും. ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് പരിക്കനായിട്ട് നമ്മൾ ജീവിക്കും. അപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ പുറത്താക്കി. അതിനുശേഷം എന്ത് സംഭവിച്ചു? കുഞ്ഞുങ്ങളെ പുറത്താക്കിയതിന് ശേഷം വസന്തം പിന്നെ അങ്ങോട്ട് വരാതായി. അവിടെ ആകെ വന്നിരിക്കുന്നത് മഞ്ഞ് വീഴ്ചയുമാണ്. അല്ലാതെ വസന്തമോ പൂക്കളോ കനിയോ ഒന്നുമില്ല. അപ്പോൾ ഇയാളിങ്ങനെ അമ്പരന്നിരിക്കുകയാണ്. ഇത് പെർമനൻറ്റ് വിൻ്റർ സീസൺ പോലെയാണ്. ഇവിടെ എപ്പോഴും മഞ്ഞ് വീഴ്ചയാണ്. അയാൾക്ക് ഭയങ്കര സങ്കടം തോന്നി. ഇതെന്താണിത്? എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? അപ്പോൾ ഒരു ദിവസം വീണ്ടും കുഞ്ഞുങ്ങൾ എങ്ങനെയൊക്കെയോ, കാരണം അവർക്ക് പുറത്ത് കളിക്കാൻ ഇടവില്ല,
ഒരു ഇടവില്ലാത്തതുകൊണ്ട് അവർ വീണ്ടും ഇഴഞ്ഞ് അകത്തേക്ക് വന്നു, വിള്ളലൊക്കെ ഉണ്ടാക്കി. ഇയാൾ അവരെ ഓടിച്ചു വിട്ടു. അയാൾ വീണ്ടും പറഞ്ഞു, മൈ ഓൺ ഗാർഡൻ ഈസ് മൈ ഓൺ ഗാർഡൻ, എൻ്റെ ഗാർഡനാണ്, നിങ്ങളുടെ ഗാർഡൻ അല്ല, വരാൻ പാടില്ല. അയാൾ അവിടെ ഒരു ബോർഡ് എഴുതി വെച്ചു, ട്രെസ്പാസേഴ്സ് വിൽ ബി പെർസിക്യൂട്ടഡ്, അതായത് കടന്നു കയറുന്നവരെ നിയമശിക്ഷയ്ക്ക് വിധേയരാക്കും. അങ്ങനത്തെ ബോർഡൊക്കെ കണ്ട് പിന്നെ ആര് വരാനാണ് അകത്തേക്ക്? ഒന്ന് ആലോചിച്ച് നോക്കി എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തെ, നമ്മുടെ ഹൃദയത്തിൻ്റെ ഭിത്തികളിൽ നമ്മളങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, ട്രെസ്പാസേഴ്സ് വിൽ ബി പ്രോസിക്യൂട്ടഡ്, അതായത് ഹൃദയം ഭേദിച്ച് അകത്തേക്ക് ആരും വരരുത്. നമ്മൾ നോമാൻസ് ഐലൻഡ് എന്ന മട്ടിൽ നമ്മളൊരു ഐലൻഡായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നമ്മളൊന്നും അല്ലാതായി മാറുന്നുണ്ട്. അങ്ങനെ ഒന്നുമല്ലാതായി മാറുന്ന നമ്മളെ തേടി ആരെങ്കിലും വന്നാൽ നമ്മൾ അവരെ തിരുത്തിവിടും. ഈ രാക്ഷസൻ അങ്ങനെയാണ്. ലോകത്തിലെ ഏറ്റവും ലോൺലിയസ്റ്റ് പ്ലേസ് ഏതാണ്? നെമോ പോയിന്റ്, പസഫിക് ഓഷനിലുള്ള നെമോ പോയിൻ്റാണ്. നെമോ പോയിന്റ് ഒരു മരുഭൂമിയിലെ കടലെന്നാണ് അറിയപ്പെടുന്നത്. ഈ നെമോ എന്ന പേരിന് തന്നെ അർത്ഥം നത്തിങ്, നോബഡി എന്നാണ്. ചില മനുഷ്യർ നത്തിങ്, നോബഡി ആയിട്ട് മാറുന്നത് എന്തുകൊണ്ടാണ്? എല്ലാവരും അകലെ സൂക്ഷിക്കുകയാണ്, റിമോട്ടസ്റ്റ് ഏരിയയായി മാറുന്നു, ഐസൊലേറ്റഡ് ഐലൻഡ് പോലെയായി മാറുന്നു, ഒരാളായിട്ട് കണക്ഷൻ ഇല്ല. അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ തന്നെ മരുഭൂമിയാവും. മരുഭൂമി പതുക്കെ മൃതിയുടെ സ്ഥലമായിട്ട് മാറും. അവിടെ മരണത്തിൻ്റെ ഗന്ധം മാത്രം നിറയും. ഈ രാക്ഷസനെ സംബന്ധിച്ച് അങ്ങനെ തന്നെയാണ്. കുഞ്ഞുങ്ങളില്ല, വിൻ്ററാണ്, മരണമാണ്, പക്ഷികളില്ല, പാട്ടില്ല, എല്ലായിടത്തും കുഴിച്ചിലുകൾ മാത്രം. പതുക്കെ പതുക്കെ അയാൾക്ക് മനസ്സിലായി, കുഞ്ഞുങ്ങളില്ലാതെ സെലിബ്രേഷൻ ഇല്ല, കുഞ്ഞുങ്ങളുടെ ചിരികളി തമാശകളില്ലാതെ ജീവിതത്തിന് അർത്ഥമില്ല. അയാൾ ആ കുഞ്ഞുങ്ങളെയൊക്കെ പതുക്കെ സ്വീകരിക്കാനുള്ള മനസ്സ് കൊണ്ടുവരുന്നു. അപ്പോൾ ആ കുഞ്ഞുങ്ങൾക്കിടയിൽ അയാളൊരു കുഞ്ഞിനെ കണ്ടെത്തി. ഒരു പാവപ്പെട്ട നിഷ്കളങ്കമായ കണ്ണുകളുള്ള കുഞ്ഞ്, തനി മാലാക കുഞ്ഞ്. ആ കുഞ്ഞിൻ്റെ കണ്ണിൽ കണ്ണീരൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും ഓടിപ്പോയി അയാളെ കണ്ട് പേടിച്ചിട്ട്. പക്ഷേ ഈ കുഞ്ഞിന് പോകാൻ പറ്റിയില്ല. അയാൾ കുഞ്ഞിൻ്റെ അടുത്തേക്ക് ചെന്നു. കുഞ്ഞിനെ തൊട്ടപ്പോൾ അയാളുടെ ഉള്ളിലുള്ള ശിശുഭാവം ഉണർന്നെഴുന്നേറ്റു. ആ കുഞ്ഞിനെ അയാൾ മരത്തിൽ കയറിയിരുത്തി കുഞ്ഞിനോട് സംസാരിച്ചു. അയാൾ തന്നിലുള്ള നഷ്ടപ്പെട്ട സ്വർഗത്തെയും നഷ്ടപ്പെട്ട ശൈശവത്തെയും അയാൾ വീണ്ടെടുക്കുകയാണ്. കുഞ്ഞിനോട് കുശലാന്വേഷണമൊക്കെ പറഞ്ഞ് അവർ കൂട്ടുകാരായി മാറി. മറ്റു കുഞ്ഞുങ്ങളെ ക്ഷണിച്ച് അവരെല്ലാം വന്നു കഴിഞ്ഞപ്പോൾ സ്പ്രിങ്ങായി, വസന്തമായി, കിളികളും പൂക്കളും, ജീവിതം സ്വസ്ഥമായി സുന്ദരമായിട്ട് മാറി. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ പെട്ടെന്ന് കുഞ്ഞു മാലാക അപ്രത്യക്ഷനായി. അതായത് അയാളെ ജീവിതത്തിലേക്ക് നയിച്ച ആ കുഞ്ഞ്, കൂട്ടുകാരുടെ ഇടയിൽ ആ കുഞ്ഞിനെ കാണാനില്ല. അപ്പോൾ മറ്റു കുട്ടികളോട് ചോദിച്ചു, ആ ഒരു കുഞ്ഞു മാലാക എന്തേ? അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്കറിയില്ല. അവൻ എവിടെ നിന്ന് വന്നു അറിയില്ല, എവിടേക്ക് പോയി അറിയില്ല, അവൻ്റെ പേരെന്താണ് അറിഞ്ഞുകൂടാ, അവനെക്കുറിച്ച് ഞങ്ങൾക്കൊന്നും അറിഞ്ഞുകൂടാ. അവൻ ഞങ്ങളിൽ ഒരാളല്ലായിരുന്നു, പക്ഷെ ഞങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്നു. ഇയാൾ ആ കുഞ്ഞിനെ കാത്തിരിക്കുകയാണ്. കുഞ്ഞിനെ കാണാതെ അയാൾ സങ്കടപ്പെട്ടു. ഒരു ദിവസം അയാളൊരു പാട്ട് കേട്ടു. ഹൃദയത്തെ വല്ലാതെ ഉണർത്തിയെടുക്കുന്ന കരുണാർദ്രതയുടെ ഒരു ഉണർത്തുപാട്ട്. ആ പാട്ടിൻ്റെ ഉറവിടം തേടി അയാൾ നോക്കിയപ്പോൾ ആ മരത്തണലിൽ ആ പഴയ കുഞ്ഞ് ഇരിക്കുന്നുണ്ട്. ആ കുഞ്ഞിൻ്റെ കൈകളിലും കാലുകളിലും ആണിപ്പാടുകളുണ്ട്, ചെറിയ ചോര വാർക്കുന്നുണ്ട്. കുഞ്ഞ് കരുണാർദ്രതയോടുകൂടി പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. ഇയാൾ അടുത്തേക്ക് ചെന്നു. എന്താണ് എൻ്റെ കുഞ്ഞ്? ആരാണ് നിന്നെ ദ്രോഹിച്ചത്? എന്താണ് ഇവിടെ ചോരപ്പാടും ആണിപ്പാടും? അവ കുഞ്ഞ് പറഞ്ഞു, അത് സ്നേഹത്തിൻ്റെ പാടാണ്. സ്നേഹിക്കുന്നവരൊക്കെ മുറിവ് ഏറ്റെടുക്കുന്നവരാണ്. നീയും സ്നേഹിക്കുമ്പോൾ നിന്റെ ഹൃദയം ചോര വാർക്കും. അങ്ങനെ ചോര വാർത്ത ഹൃദയമാണ് സ്വർഗത്തിൽ ചെല്ലുക. ഇപ്പോൾ നീ എല്ലാവരും സ്നേഹിക്കുന്നുണ്ട്. പണ്ടത്തെ ശിലാഹൃദയം മാറി, ഇപ്പോൾ മൃദുഹൃദയമാണ്. ആ ഹൃദയത്തിൽ സ്നേഹത്തിൻ്റെ പുഴയൊഴുക്കുണ്ട്. അപ്പോൾ നീ സ്വർഗത്തിൽ പോവും, ഹൃദയം നേടിയെടുത്തുകൊണ്ട്. എന്നോടൊപ്പം നീ സ്വർഗത്തിലേക്ക് വരും. പിറ്റേ ദിവസം കുഞ്ഞുങ്ങൾ കളിക്കാൻ എത്തിയപ്പോൾ ആ മരച്ചുവട്ടിൽ രാക്ഷസൻ മരിച്ചു കിടക്കുകയായിരുന്നു. അയാൾ കുഞ്ഞിനെ പോലെ ശാന്തനായി ഉറങ്ങുകയായിരുന്നു. അയാളെ പൊതിഞ്ഞ് വെള്ളപ്പൂക്കൾ നിറഞ്ഞിരുന്നു. കഥയുടെ സുന്ദരമായ സമാപനം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ആദ്യം കുഞ്ഞായിത്തീരുക ഒരു വൊക്കേഷനാണ്, ദൈവവിളിയാണ്.
നിങ്ങൾ എത്ര വളർന്നു എന്ന് പറഞ്ഞാലും നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിലൊരു കുഞ്ഞുണ്ട്. ശരിയല്ലേ? ശരിക്കും നിങ്ങളിപ്പോൾ ഉറക്കത്തിൽ നിങ്ങൾ ഏത് പോസ്റ്റിൽ ഉറങ്ങാൻ കിടന്നാലും ഉറക്കത്തിൽ ഒരു 3 വട്ടമെങ്കിലും അല്ലെങ്കിൽ 4 വട്ടമെങ്കിലും കൂനിക്കൂടി കിടക്കും. എൻ്റെ അർത്ഥം എന്താണ്? അമ്മയുടെ ഉദരത്തിൽ ഗർഭസ്ഥാവസ്ഥയിൽ നിങ്ങൾ ഭ്രൂണമായി കിടന്ന എങ്ങനെയോ ആ അവസ്ഥയിലേക്കാണ് നിങ്ങൾ തിരികെ പോകുന്നത്. അതായത് നിങ്ങളുടെ ശരീരം എത്ര വളർന്നാലും നിങ്ങൾ എത്ര വലുതായാലും ഇപ്പോഴും അമ്മയുടെ സ്പർശത്തിന് വേണ്ടി തിരിയുന്നൊരു കുഞ്ഞകത്തുണ്ട്. അത് ഓർത്തെടുക്കുക. ആ കുഞ്ഞ് സത്യത്തിൽ ശൈശവത്വത്തിൻ്റെ എല്ലാ നിഷ്കളങ്കതയുള്ള ആളാണ്. നമ്മൾ ആ കുഞ്ഞിനെ ഇല്ലാതാക്കിയാണ്. ആ കുഞ്ഞിൻ്റെ നിഷ്കളങ്കതയിലേക്ക് ഇടയ്ക്കെങ്കിലും ഒന്ന് സഞ്ചരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇനി കുഞ്ഞുങ്ങളിൽ നിന്ന് പാഠങ്ങൾ ഒരുപാട് പഠിക്കണം. മുതിർന്നവർ യുദ്ധം ഉണ്ടാക്കുമ്പോൾ കുഞ്ഞുങ്ങൾ ചരിത്രം ഉണ്ടാക്കുന്നു. അതാണ് വ്യത്യാസം എന്ന് പറയുന്നത്. നമ്മൾ ഈ യുദ്ധം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിലല്ലേ, കുഞ്ഞുങ്ങൾ ഓരോ ദിവസവും ചരിത്രം എഴുതിക്കൊണ്ടിരിക്കുകയാണ്. വീണ്ടും നിങ്ങളൊരു കുഞ്ഞിനെ കണ്ടുമുട്ടുമ്പോൾ ദൈവമായൊരു അപ്പോയിൻമെൻ്റാണ് അവിടെ സംഭവിക്കുന്നത്. അതുകൊണ്ട് സാധിക്കുമ്പോഴൊക്കെ കുഞ്ഞുങ്ങളായിട്ട് സഹവസിക്കുക. ഞാൻ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ദേഷ്യമോ വെറുപ്പോ അല്ലെങ്കിൽ എൻ്റെ ഹൃദയമൊക്കെ കൂടുന്നു എന്നെനിക്ക് തോന്നുമ്പോൾ ഞാൻ ചെന്ന് ചേരുന്ന ഇടങ്ങൾ, ഒന്ന് സെമിത്തേരി, എന്നെ തന്നെ പഠിപ്പിക്കുന്ന ഒരു ആത്മവിദ്യാലയമാണ്. 2 കുഞ്ഞുങ്ങളുള്ള ഇടം. കുഞ്ഞുങ്ങളോടൊപ്പം അല്പസമയം ചെലവഴിച്ച് നോക്കുക. നിങ്ങളുടെ അഹന്തയും പോവും, നിങ്ങളുടെ ആർത്തിയും തീരും, നിങ്ങളുടെ കോപവും തീരും. കുഞ്ഞു മാലാഖകൾ പതുക്കെ ചിറക് വിരുത്തി പറക്കുമ്പോൾ അവരുടെ തൂവലുകൾ നിങ്ങൾക്ക് കടമെടുക്കാൻ പറ്റും. ആ തൂവലുകൾ നിങ്ങളുടെ ശരീരത്തോടൊന്ന് ചേർത്ത് വെച്ച് കഴിയുമ്പോൾ നിങ്ങളും പറക്കാൻ തുടങ്ങും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, കുഞ്ഞുങ്ങളോടൊപ്പം അല്പസമയം നിങ്ങളും ചെലവഴിക്കണം. കുഞ്ഞുങ്ങൾ പൂന്തോട്ടം വിട്ടു പോയി കഴിഞ്ഞപ്പോൾ പിന്നെ അവിടെ വസന്തവും ഇല്ലാതായി. അതൊരു പ്രതീകമായിട്ട് നിങ്ങൾ എടുക്കുക. നമ്മളുടെ ശിശുഭാവങ്ങൾ നമ്മെ വിട്ട് പോയി കഴിയുമ്പോൾ പിന്നെ വസന്തമില്ല, പിന്നെ ശരത്കാലം മാത്രമാണ്, പിന്നെ മഞ്ഞ് വീഴ്ച മാത്രമാണ്. മഞ്ഞുറഞ്ഞു തുടങ്ങുന്ന അങ്ങനെയാണ്. നമ്മൾ ശാസ്ത്രീയമായിട്ടൊന്ന് അപഗ്രഥിച്ച് നോക്കുക. നിങ്ങളുടെ ഉള്ളിൽ ഒരു കുഞ്ഞിൻ്റെതായ സ്നേഹവും നിഷ്കളങ്കതയും പ്രത്യാശയും ഇല്ലാതായി കഴിയുമ്പോൾ ശരീരത്തിൽ വരുന്ന മാറ്റം എന്താണ്? ശാസ്ത്രം പറയുന്നൊരു കാര്യമുണ്ട്. കുഞ്ഞുങ്ങളെ പോലെ സ്നേഹിക്കുകയും ചിരിക്കുകയും മറ്റുള്ളവരെ അംഗീകരിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുന്നവരുടെ ശരീരത്തോട് ചേർന്ന് അവരുടെ എത്തറിക് ബോഡി, എന്താണ് ഈ എത്തറിക് ബോഡി? അതായത് 2-3 ഇഞ്ച് വ്യാസത്തിൽ ശരീരത്തോട് ചേർന്ന് മറ്റൊരു ശരീരമുണ്ട്. നമ്മളതിനെ ഔറ എന്നൊക്കെ വിളിക്കും, ബയോപ്ലാസ്മിക് ബോഡി എന്നൊക്കെ വിളിക്കും. ഈ ഔറ അല്ലെങ്കിൽ എത്തറിക് ബോഡി, ഈ ബോഡി 2 തരത്തിലുണ്ട്. നിങ്ങൾ ഭയങ്കര നെഗറ്റിവിറ്റി ഉള്ള ആളാണെങ്കിൽ നിങ്ങളുടെ എത്തറിക് ബോഡി ഒരു തരം വയലറ്റ് ഡാർക്ക് കളറിലുള്ള റേസ് കൊണ്ട് ഉണ്ടാക്കിയതായിരിക്കും. അപ്പോൾ എന്ത് സംഭവിക്കും? നിങ്ങൾ എവിടെ ചെന്നാലും ഈ വയലറ്റ് ഡാർക്ക് റേസ് ഇങ്ങനെ ആളുകളിലേക്ക് അങ്ങനെ തറച്ച് കയറി ചെല്ലും. അവർ മൂഡ് ഓഫ് ആവും, അവിടെയുള്ള സ്വസ്ഥത പോവും, സമാധാനം പോവും. അതേസമയം നിങ്ങൾ കുഞ്ഞുങ്ങളെ പോലെ നിഷ്കളങ്കരാണെങ്കിൽ, സ്നേഹമുള്ള ആളാണെങ്കിൽ, കരുണയുള്ള ആളാണെങ്കിൽ നിങ്ങളുടെ എത്തറിക് ബോഡി അത് ഒരു ഇളം മഞ്ഞ വൈറ്റ് നിറത്തിലായിരിക്കും. നമ്മൾ ഈ വിശുദ്ധരുടെയൊക്കെ ചിത്രം വരക്കുമ്പോൾ അവരുടെ ശരീരത്തോട് ചേർത്ത് ഔറ വരച്ച് ചേർക്കാറുണ്ട്, ഹാലോ. അത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടൊരു സാധനമാണ്. വിശുദ്ധിയുള്ള ആളുകളുടെ ശരീരത്തിൽ നിന്നും പോസിറ്റീവ് എനർജി പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കും. അവർ ഒന്നും പറയാതെ അവരുടെ സാന്നിധ്യം കൊണ്ട് മറ്റുള്ളവരെ ഹാപ്പിയാക്കും. അവർ വെറുതെ അടുത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൗഖ്യം ഉണ്ടാവും. അതേസമയം നെഗറ്റീവ് മനുഷ്യർ അടുത്ത് വന്നു കഴിഞ്ഞാൽ രോഗിയായി നിങ്ങൾ മഹാരോഗിയായിട്ട് മാറും, ദുഃഖിതനായി നിങ്ങൾ മഹാദുഃഖിതനായിട്ട് മാറും. അപ്പോൾ നമ്മളൊക്കെ കുഞ്ഞുങ്ങളുടെ ആത്മീയ ശിശുത്വത്തിൻ്റെ വഴി വീണ്ടെടുക്കണം. നമുക്ക് വേണ്ടി മാത്രമല്ല, മറ്റുള്ളവർക്ക് വേണ്ടി കൂടി. കാരണം അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെപ്പോലുള്ള ആളുകൾ ഒരു വീട്ടിൽ ഒരുമിച്ച് താമസിക്കുമ്പോൾ ആ വീട് പറുദീസയാണ്. അല്ലാതെ എപ്പോഴും ദേഷ്യവും വാശിയും മുന്നരിച്ചവും പൊട്ടിത്തെറിക്കലും പൊട്ടിക്കരച്ചിലൊക്കെ ഉള്ള ആളുകളാണ് ഒരു വീട്ടിൽ താമസിക്കുന്നതെങ്കിൽ പതുക്കെ ആ വീടല്ല. അത് നമ്മളെപ്പോഴും ഓർക്കണം. നിങ്ങളെപ്പോഴും പൊട്ടിത്തെറിക്കുന്ന ഒരു സ്വഭാവമുള്ള ആളാണെങ്കിൽ നിങ്ങളുടെ വീടല്ല. അവിടെ താമസിക്കുന്ന ആളുകൾ പൊട്ടി തകർന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ പൊട്ടിത്തെറിച്ചു, പക്ഷെ അകത്തൊരാൾ പൊട്ടി തകർന്നു. അയാൾ ആരും അറിയാതെ പൊട്ടിക്കരയുകയാണ്, അയാൾ പൊട്ടിത്തീരുകയാണ്. ഇതെപ്പോഴും നിങ്ങൾ മനസ്സിലാക്കുക. ഇത് മനസ്സിലാക്കൽ കൂടിയാണ് ആത്മീയത എന്ന് പറയുന്നത്. ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചു എന്നതുകൊണ്ട് അത്ഭുതം സംഭവിക്കണമെന്നില്ല.
പ്രാർത്ഥന പോലെ ജീവിതം മാറ്റണം. അതിന് കുഞ്ഞിൻ്റെ വഴി ഉണ്ടാകണം. അതുകൊണ്ട് കർത്താവ് പറഞ്ഞത് കുഞ്ഞുങ്ങളാണ് സ്വർഗത്തിൽ ചേരുക. അപ്പം നിങ്ങൾ കുഞ്ഞിൻ്റെ മനസ്സ് വീണ്ടെടുക്കുന്നതിനെ കുറിച്ച് കൂടി ചിന്തിക്കണം. അടുത്തൊരു വലിയ തത്വം, ഒന്നുകിൽ ചെല്ലുന്നിടത്തൊക്കെ പാലം പണിയുന്നവരാകാം, അല്ലെങ്കിൽ മതിൽ പണിയുന്നവരാകാം. എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? ചില ആളുകൾ എവിടെ ചെന്ന് കയറിയാലും അവിടേക്ക് ആളുകൾ ഡിവൈഡ് ചെയ്ത് കളയും. നിങ്ങളൊരു വീട്ടിൽ ചെന്ന് കയറി കഴിഞ്ഞാൽ നിങ്ങളുടെ വാക്ക് കൊണ്ട്, നിങ്ങളുടെ ചിന്താഗതി കൊണ്ട്, ആറ്റിറ്റ്യൂഡ് കൊണ്ട് നിങ്ങളൊരു മതിൽ പണിയും. ചില ആളുകൾ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഒരു വലിയ വീട്ടിനകത്ത് എങ്ങനെ മതിൽ പണിയാമെന്ന ആർട്ട് അഭ്യസിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ സ്വസ്ഥതയോടെ ജീവിച്ചിരുന്ന കൂട്ടുകുടുംബത്തിൽ ഇപ്പോൾ 10 മതിലുകൾ വന്നിരിക്കുകയാണ്. ആ മതിലുകൾക്കകത്ത് ഓരോരുത്തരും ചതഞ്ഞ് കെട്ടടങ്ങി ഇങ്ങനെ കഴിയുകയാണ്. അതിനെ കുടുംബമെന്നൊന്നും പറയാൻ പറ്റില്ല. മതിൽ പണിയാൻ ആഗ്രഹിക്കുന്ന മനുഷ്യരൊക്കെ പാലം പണിക്കാരായി മാറുക. ഒരു ഹൃദയത്തിൽ നിന്ന് മറ്റൊരു ഹൃദയത്തിലേക്ക് നീളുന്ന പാലം. നോ മാൻ ഈസ് ആൻ ഐലൻഡ് എന്ന് പറയുന്ന കവിത തുടങ്ങുന്നുണ്ട്, ജോൺ ഡണ്ണിൻ്റെ കവിത. ആരും ഒരു ഒറ്റപ്പെട്ട തുരുത്തല്ല, എല്ലാവരും മറ്റൊരാളുടെ എക്സ്റ്റൻഷനാണ്, ഒരു പാലമാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് മതിൽ പണി നിർത്തുക, പാലം പണി തുടങ്ങുക. അതും ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ അടുത്തൊരു പാഠം, നിങ്ങൾ ഏറ്റവും വേസ്റ്റ് എന്ന് കരുതുന്ന ആളുകളിലും ബെസ്റ്റ് എലമെൻ്റ് ഉണ്ട്. അത് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾ പറഞ്ഞു അയാളെ അടുപ്പിക്കാൻ കൊള്ളില്ല, വളരെ മോശമാണ്, ശരിയാണ്. പക്ഷെ ആ മനുഷ്യനിൽ പോലും എവിടെയൊക്കെ നന്മ ഉറഞ്ഞു കിടപ്പുണ്ട്. അയാൾ ഒരു പക്ഷെ ഒന്ന് തൊട്ട് കഴിയുമ്പോൾ അയാൾ നന്മ പുറത്തേക്ക് വരും. റഫ് ആൻഡ് ടഫായിട്ടുള്ളൊരു മനുഷ്യൻ, ഭാര്യയെ പീഡിപ്പിച്ചിട്ടുണ്ട്, ഒരുപാട് മക്കളെയും. അതുകൊണ്ട് മക്കളും ഭാര്യയൊക്കെ അയാളിൽ നിന്ന് മാറി ജീവിക്കുകയാണ്. അവർക്ക് ഇപ്പോൾ സ്വസ്ഥതയുണ്ട്. ഒരു ഈസ്റ്റർ കാലം, മകന് വല്ലാത്തൊരു കുറ്റബോധം. തെറ്റ് ചെയ്തത് മുഴുവൻ അപ്പനാണ്. എന്നാലും അപ്പനിങ്ങനെ ഒറ്റയ്ക്ക് നരകിച്ച് ജീവിക്കല്ലേ, അപ്പനൊന്ന് വിളിക്കണം. അമ്മ പറഞ്ഞത് തീർച്ചയായിട്ടും എന്ത് തെറ്റ് ചെയ്താലും കുറ്റം ചെയ്താലും അപ്പനല്ലേ, നീ വിളിക്കേ. അപ്പനെ വിളിച്ച് ആശംസകൾ നേര്. അപ്പനെ വിളിച്ചു. അങ്ങേ തലയ്ക്കൽ ഒരു തേങ്ങൽ, പിന്നെ ഒരു പൊട്ടിക്കരച്ചിൽ. കരച്ചിലിനിടയിൽ അയാൾ പറഞ്ഞു, ഇന്നെങ്കിലും നീ എന്നെ വിളിച്ചില്ലായിരുന്നെങ്കിൽ മോനെ, അപ്പനിവിടെ ചങ്കുപൊട്ടി ചാകുമായിരുന്നു. ചില മനുഷ്യരങ്ങനെയാണ്. അവർ ഗെറ്റ് ഔട്ട് എന്ന് പറയുന്നത് കെട്ടിപ്പിടിക്കാൻ വേണ്ടിയാണ്. അവർ കടക്കു പുറത്തെന്ന് പറഞ്ഞിട്ട് അവരുടെ വാതിലും തുറന്ന് നിങ്ങൾ അകത്തോട്ട് വരുന്നതിനെ കാത്തിരിക്കുകയാണ്. വിചിത്ര മനുഷ്യരാണ്. പുറത്ത് പരിക്കനായിരിക്കാം, റഫ് ആൻഡ് ടഫായിരിക്കാം, പക്ഷെ അകത്ത് മൃദുവായ ഏതൊരു പുഴ ഒഴുകുന്നുണ്ട്. അപ്പോൾ വിചിത്ര മാനസരായ മനുഷ്യരെ കൂടി ചേർത്ത് വെക്കാൻ ഒന്ന് ശ്രമിച്ചു നോക്കുക. ഒരാളെ തള്ളിക്കളയുന്നതിന് മുമ്പ് അയാളുടെ കണ്ണിലേക്കൊന്ന് നോക്കുക. ഒരു പക്ഷേ കരച്ചിലിൽ, നിസ്സഹായതയുടെ ഒരു കരച്ചിൽ നിങ്ങൾക്കവിടെ കാണാൻ പറ്റും. അയാളുടെ കണ്ണിലേക്കൊന്ന് നോക്കുക. തീർത്തും ഉപേക്ഷിക്കപ്പെട്ട ഒരാളുടെ എല്ലാ ദയനീയ അവസ്ഥകളും നിങ്ങൾക്കവിടെ കണ്ടെത്താൻ പറ്റും. അയാളുടെ ഹൃദയത്തോടൊന്ന് നിങ്ങളുടെ ചെവി ചേർത്ത് നോക്കുക. അവിടെ വല്ലാതെ വിലപിക്കുന്നൊരു മനുഷ്യൻ്റെ വിങ്ങലുകൾ നിങ്ങൾ കേൾക്കാൻ പറ്റും. അപ്പം അതുകൊണ്ട് തള്ളിക്കളയും മുമ്പ് ഒരു ചാൻസ് കൂടി മറ്റുള്ളവർക്ക് കൊടുക്കുക. അതും ഒരു പാഠമാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടേത് എന്ന് കരുതുന്ന എല്ലാം മറ്റുള്ളവരുടേത് കൂടിയാണ്. മൈ ഓൺ ഗാർഡൻ ഈസ് മൈ ഓൺ ഗാർഡൻ എന്ന് പറയണ്ട. മൈ ഓൺ ഹോം ഈസ് മൈ ഓൺ ഹോം എന്നെപ്പോഴും പറയണ്ട. നിങ്ങളുടേതെന്ന് പറയുന്നത് മറ്റുള്ളവരുടേത് കൂടിയാണ്. എൻ്റെ എന്നെപ്പോഴും പറയണ്ട. എൻ്റെ എന്ന് പറഞ്ഞു തീരും മുമ്പ് എൻ്റേതായതെല്ലാം ഉപേക്ഷിച്ച് പോകേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും. അത് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവർക്കും ഇരിപ്പിടം ഉണ്ടാകുന്ന വിധത്തിൽ ഹൃദയം ഒന്ന് വിശാലമാക്കുക. വിശാലമായൊരു ലോകത്തെ നമുക്ക് സ്വപ്നം കാണാം. സ്വപ്ന സദൃശമായൊരു യാത്ര നടത്താം. നല്ല യാത്ര നേരുന്നു.